ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടി സ്ക്വയർ. നമ്മളൊരു ലോങ് ബ്രേക്കിന് ശേഷമാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്ത് 2024 ജനുവരി മാസത്തിലാണ്. നമ്മൾ FX30 എന്ന് പറഞ്ഞ സോണിയുടെ ക്യാമറയുടെ റിവ്യൂ ആണ്, നമ്മൾ ഹാൻഡ്സ് ഓൺ റിവ്യൂ ആണ് നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനി നമ്മളൊരു ബ്രേക്ക് ഉണ്ടാവില്ല, നമ്മളിനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുള്ള രീതിയിൽ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ആ വീഡിയോ കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, നമ്മൾ ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് അറ്റ്ലീസ്റ്റ് വീക്കിലി ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, വീഡിയോസൊക്കെ തന്നെ ഉണ്ടാവും. ഓക്കെ, സോ അത്രയാണ് പറയാനുള്ളത് ഇൻട്രോ ആയിട്ട്. നമുക്ക് ഇന്നത്തെ കണ്ടൻറ്റിലേക്ക് പോവാം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒരു ടോപ്പ് 5 ക്യാമറാസ്, ടോപ്പ് 5 മിറർലെസ് ക്യാമറാസ് അണ്ടർ 1 lakh rupees, 1 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും നല്ല 5 മിറർലെസ് ക്യാമറകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻ, അതിൻ്റെ സ്പെക്ടോക്സ് ആയിട്ട് നമുക്ക് പോകാം. സ്പെസിഫിക്കേഷൻ വൈസുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഞാനിതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത യൂസർ റിവ്യൂ ഉള്ള 5 ക്യാമറകളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മെയ് മാസം, ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് യൂഷ്വലി ആൾക്കാർ ക്യാമറ വാങ്ങുന്നൊരു സമയമാണ്. ഞാനും എൻ്റെ ഈ ഒരു ക്യാമറ 5 വർഷം മുമ്പ് ഈ ഒരു സമയത്താണ് വാങ്ങിയത്. ഓക്കെ, അപ്പോൾ DSLR അല്ല നമ്മൾ നോക്കുന്നത്, മിറർലെസ് ആണ്. ഇനിയിപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് ഒരു ക്യാമറാസ് മാനുഫാക്ചേഴ്സ് സോണി ആയാലും നിക്കോൺ ആയാലൊക്കെ തന്നെ മിറർലെസ് ഒരു സാച്ചുറേഷനിലേക്ക് എത്തി വരുന്നുണ്ട്. അപ്പോൾ ഇനി DSLR വാങ്ങുന്നത് ആൾക്കാർ കുറവായിരിക്കും. എന്തായാലും എല്ലാവരും മിറർലെസ് ആണ് ഇനി വാങ്ങുള്ളൂ. മിറർലെസ് ആണ് ഇനി മാർക്കറ്റിൽ കാര്യമായിട്ട് ഉണ്ടാവാൻ പോകുന്നത്. സോ നമുക്ക് ഇനി DSLR അധികം നോക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ മിറർലെസ്സിനെ നോക്കാം. ഓക്കെ, സോ അത്രയാണ് പറയാനുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലിസ്റ്റിൽ ആദ്യത്തെ ക്യാമറ എന്ന് പറയുന്നത് സോണിയുടെ ആൽഫ 6400 എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ A6400 എന്ന് പറയുന്നത് സോണിയുടെ തന്നെ 6 സീരീസിൽ വരുന്നൊരു ക്യാമറയാണ്. 2019 ഫെബ്രുവരിയിൽ റിലീസായിട്ടുള്ളൊരു ക്യാമറയാണ്. 6 വർഷമായി ഇറങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയിരുന്നു. ചിപ്പ് ഷോർട്ടേജ് കാരണം അത് നിർത്തിയിരുന്നു. പക്ഷേ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ക്യാമറ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 24.2 മെഗാപിക്സലിൻ്റെ APS-C CMOS സെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സോണിയുടെ തന്നെ ബിയോണ്ട് 6 പ്രൊസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ISO നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 തൊട്ട് 32,000 വരെ, 1,02,800 വരെ എക്സ്പാൻഡബിൾ ആണ്. കൂടുതൽ ISO നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഷട്ടർ സ്പീഡ് നോക്കുകയാണെങ്കിൽ മിനിമം ഷട്ടർ സ്പീഡ് 30 സെക്കൻഡ്സ്, മാക്സിമം 1/4000 സെക്കൻഡ്സ് ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ കാണുന്ന ക്യാമറയിലൊക്കെ തന്നെ ആ ഒരു ഫീച്ചർ തന്നെയാണ്, 30 to 1/4000 വന്നിട്ടുള്ളത്. ആൻഡ് ബോഡിയുടെ കേസ് നോക്കുകയാണെങ്കിൽ മഗ്നീഷ്യം അലോയ് ബോഡിയാണ്. ആൽഫ 6500, 6600 ഒക്കെ ഉള്ള മഗ്നീഷ്യം അലോയ് ബോഡിയാണ് ഇതിലും വന്നിട്ടുള്ളത്. ആൻഡ് ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാനുള്ളത് 3 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. 0.9 മില്യൺ ഡോട്ട്സ് ഉള്ളത്. വ്യൂ ഫൈൻഡർ ആണെങ്കിൽ 2.36 മില്യൺ. ബാക്കി ആൽഫ സീരീസിലുള്ള ക്യാമറാസിനൊക്കെ ഉള്ള സെയിം വ്യൂ ഫൈൻഡർ തന്നെയാണ്. 2.36 മില്യൺ ഡോട്ട്സ് ഉള്ള ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയാനുള്ളത്. ബാറ്ററി ലൈഫ് നോക്കുകയാണെങ്കിൽ 410 ഷോട്ട്സ് പെർ ചാർജ് ആണ് സോണി അവകാശപ്പെടുന്ന ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. വീഡിയോഗ്രാഫി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 4K 30 FPS ഷൂട്ട് ചെയ്യാം. ഫുൾ HD 120 FPS നമുക്ക് ഷൂട്ട് ചെയ്യാം. സ്ലോ മോഷനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത്രയാണ് ഇതിൻ്റെ ഒരു ബേസിക് ഫീച്ചേഴ്സ്. നമുക്കിപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് അറിയേണ്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ തന്നെ ഇഷ്ടം പോലെ റിവ്യൂസ് അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഓവർവ്യൂ പറഞ്ഞതേ ഉള്ളൂ. ഇനി പ്രൈസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കിറ്റ് ലെൻസ് ലൈക്ക് ദാറ്റ് ബോഡി വിത്ത് കിറ്റ് ലെൻസ് ഉള്ളൊരു പ്രൈസ് എന്ന് പറയുന്നത് 74,000 സംതിങ് ആണ് ആമസോണിൻ്റെ അകത്ത് കണ്ടത്. അത് 16 to 50 mm ആ ഒരു പവർ സൂമൊക്കെ ഉള്ള സോണിയുടെ ഡിഫാൾട്ട് കിറ്റ് ലെൻസ് ആണ്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി അത് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ പൈസ കൂടുതലിടാൻ പറ്റുമെങ്കിൽ 18 to 135 mm ലെൻസുള്ള വിത്ത് ബോഡിയുള്ള ക്യാമറ സെറ്റ് നമുക്ക് 88,000 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. കുറച്ചുകൂടെ വൈഡൊക്കെ നമുക്ക് വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ തന്നെ ലൈക്ക് കുറച്ചുകൂടെ നല്ല ലെൻസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് 18 to 135 എന്ന് പറയുന്നത്. ഈ 16 to 50 അത്ര പെർഫോമൻസ് പോരാ. ലൈക്ക് എല്ലാ ക്യാമറയുടെയും കൂടെ ഡിഫാൾട്ടായിട്ട് വരുന്നതാണ് ഈ 16 to 50. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 55 to 210 ടെലിഫോട്ടോ ലെൻസൊക്കെ അതൊരു നമ്മുടെ ഒരു ബേസിക് കിറ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ 18 to 135 പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എങ്ങനെയായാലും 1 lakhൻ്റെ താഴെ 90,000 താഴെയാണ് വരുള്ളൂ. ഓക്കെ, അത്രയാണ് ഈ ഒരു ഫസ്റ്റ് ക്യാമറ ആയിട്ടുള്ള ആൽഫ 6400 കുറിച്ച് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ള ക്യാമറ എന്ന് പറയുന്നത് കാനോണിൻ്റെ EOS R10 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമറയാണ്. 2022 ജൂലൈ മാസത്തിൽ റിലീസ് ചെയ്തിട്ടുള്ളൊരു ക്യാമറയാണ് EOS R10 എന്ന് പറയുന്നത്. EOS R നമുക്കറിയാം കാനോണിൻ്റെ മിറർലെസ് ശ്രേണിയാണ് നമ്മൾ EOS R എന്ന് പറയുന്നത്. ലൈക്ക് ഇപ്പോൾ കറൻ്റ്ലി R സീരീസിലുള്ള ഒരുപാട് ക്യാമറാസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഹൈ എൻഡ് മോഡൽസ് ആണ്. R5, R6 പോലെയുള്ള ഹൈ എൻഡ് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. അത്തരത്തിൽ വരുന്നൊരു നല്ല ക്യാമറയാണ് R10 എന്ന് പറയുന്നത്. അപ്പോൾ 24.2 മെഗാപിക്സലിൻ്റെ APS-C CMOS സെൻസറാണ് ഇതിലും വന്നിട്ടുള്ളത്. ആൻഡ് ഡിജിക് എക്സ് പ്രൊസറാണ് നമ്മുടെ കാനോണിൻ്റെ ഡിജിക് എക്സ് പ്രൊസറാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്.
നമ്മുടെ ആൽഫ 6400 വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ 425 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു, ഞാൻ തോന്നുന്നു പറഞ്ഞിട്ടില്ല. ഇവിടെ കേസ് നോക്കുകയാണെങ്കിൽ 651 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് ആണ് ഈ ഒരു ക്യാമറയിലുള്ളത്. കുറച്ചുകൂടെ ബെറ്റർ ഓട്ടോ ഫോക്കസ് സിസ്റ്റമാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം ആ ക്യാമറ റിലീസ് ചെയ്ത് 3 വർഷം കഴിഞ്ഞിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ക്യാമറയാണ് EOS R10 എന്ന് പറയുന്നത്. അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഈ ഒരു ക്യാമറയിൽ കാണാനായിട്ടുണ്ട്. ISOയുടെ കേസ് നോക്കുകയാണെങ്കിൽ 100 തൊട്ട് 32,000 വരെയാണ് ISO വന്നിട്ടുള്ളത്. 51,200 വരെ എക്സ്പാൻഡബിൾ ആണ്. ഷട്ടർ സ്പീഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും മാക്സിമം ഷട്ടർ സ്പീഡ് 1/4000, മിനിമം ഷട്ടർ സ്പീഡ് 30 സെക്കൻഡ്സ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഡിസ്പ്ലേയുടെ കേസ് നോക്കുകയാണെങ്കിൽ സോണി വെച്ച് കമ്പയർ ചെയ്യല്ല, എന്നാലും പറയുകയാണ് ഫുള്ളി ആർട്ടിക്കുലേറ്റ് ആണ്. നമുക്ക് പുറത്തോട്ട് എടുക്കാനായിട്ട് പറ്റുന്ന, ലൈക്ക് ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്ലിപ്പ് ചെയ്യാനും തിരിക്കാനൊക്കെ പറ്റുന്ന ഡിസ്പ്ലേ ആണ് കാനോൻ്റെ ഈ ഒരു EOS R10 വന്നിട്ടുള്ളത്. സോണിക്ക് പക്ഷേ അങ്ങനെ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. ആ ഒരു ഫീച്ചർ മാത്രമേ നമുക്ക് സോണിയിൽ കിട്ടുള്ളൂ. 6400 അവൈലബിൾ ആയിട്ടുള്ളൂ. വ്യൂ ഫൈൻഡർ കേസും അതെ, സെയിം വ്യൂ ഫൈൻഡർ തന്നെയാണ്. 2.36 മില്യൺ ഡോട്ട്സ് ഉള്ള ഒരു ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറാണ് ഈ ഒരു ക്യാമറയ്ക്കും വന്നിട്ടുള്ളത്. 4K കേപ്പബിലിറ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ 4K 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓൾസോ ഫുൾ HD 120 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. 60 FPS എന്ന് പറയുമ്പോൾ അത് ക്രോപ്ഡ് 4K ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രോപ്ഡ് 4K ആയിരിക്കും, എന്നാലും നല്ല കിടിലനായിട്ട് നമുക്ക് വീഡിയോ ഈ ഒരു ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ബാറ്ററി ലൈഫ് നോക്കുകയാണെങ്കിൽ 450 ഷോട്ട്സ് പെർ ചാർജാണ് കമ്പനി അവകാശപ്പെടുന്നത്. കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ലൈഫാണ്. ഓക്കെ, അത്രയാണ് ഈ ഒരു ക്യാമറയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. 3 വർഷമായി ഇറങ്ങിയിട്ട് എങ്കിലും ഇപ്പോഴും ക്യാമറ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി പ്രൈസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 72,000 രൂപയാണ് ബോഡി ഓൺലി പ്രൈസ് വന്നിട്ടുള്ളത്. EOS R10 ബോഡി ഓൺലി പ്രൈസ് 72,000 സംതിങ് ആണ്. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ലെൻസും പർച്ചേസ് ചെയ്യാം. എന്നാലും നമ്മുടെ ബഡ്ജറ്റ് 1 lakh ആണെങ്കിൽ അതിൻ്റെ അണ്ടറിൽ നമുക്ക് ഈ ഒരു ക്യാമറ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അത്രയാണ് ഈ ഒരു EOS R10 എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ലിസ്റ്റിലുള്ള ക്യാമറ എന്ന് പറയുന്നത് നിക്കോണിൻ്റെ Z50 Mark II എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമറയാണ്. Z50 Mark II എന്ന് പറയുന്നത് നിക്കോണിൻ്റെ തന്നെ Z50യുടെ ഒരു അപ്ഡേറ്റഡ് വെർഷനാണ് Z50 Mark II എന്ന് പറയുന്നത്. നമ്മൾ ഈ Z50 Mark II പറയാൻ കാരണം Z50 എന്ന് പറഞ്ഞ ക്യാമറ എനിക്ക് തോന്നുന്നു ഇപ്പോഴും മേടിക്കാൻ കിട്ടും, പക്ഷേ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. നിക്കോൺ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ക്യാമറയാണ് Z50. സോ ബെറ്റർ Z50 Mark II പർച്ചേസ് ചെയ്യുന്നതാണ്. കാരണം 2024 നവംബറിൽ റിലീസ് ചെയ്തിട്ടുള്ള ക്യാമറയാണ് Z50 Mark II. ഏകദേശം ഒരു 7-8 മാസമൊക്കെ ആയിട്ടുള്ള ക്യാമറ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ പുതിയ ക്യാമറയാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ക്യാമറ ആയതുകൊണ്ട് അത് പർച്ചേസ് ചെയ്തായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 21 മെഗാ പിക്സലിൻ്റെ ഒരു APS-C CMOS സെൻസറാണ്. പിന്നെ XPEED 7 പ്രൊസസ്സറാണ് നിക്കോൺ ഈ ഒരു ക്യാമറയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ആൻഡ് കുഴപ്പമില്ലാത്തൊരു ക്യാമറയാണ്, ലൈക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് ഉള്ള ക്യാമറയാണ് ബേസിക്കായിട്ട് പറയാനുള്ളത്. കാരണം ഇതിൻ്റെ ബാറ്ററി ലൈഫ് നോക്കുകയാണെങ്കിൽ ഏകദേശം 250-300 ഷോട്ട്സൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ബാറ്ററി ലൈഫുള്ള ക്യാമറയാണ്. പക്ഷേ വീഡിയോഗ്രാഫി ഫീച്ചേഴ്സ് അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഓൺ ദി അതർ സൈഡ് 4K 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫുൾ HD 120 FPS ഒക്കെ തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ലൈക്ക് അപ്പോൾ പെർഫോമൻസ് വൈസ് നല്ല രീതിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ക്യാമറയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഫോക്കസ് പോയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ 231 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് ആണ് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ISOയുടെ കേസ് നോക്കുകയാണെങ്കിൽ 100 തൊട്ട് 51,200 വരെയാണ് ISO കേസ് പറഞ്ഞിട്ടുള്ളത്. ഓൾസോ 2,04,800 വരെ സംതിങ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. 2 ലക്ഷം സംതിങ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഷട്ടർ സ്പീഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 900 സെക്കൻഡ്സ് വരെ നമുക്ക് ഷട്ടർ തുറന്ന് വയ്ക്കാൻ പറ്റും. 15 മിനിറ്റ് വരെ ഷട്ടർ തുറന്ന് വെച്ചിട്ടുള്ള ഫോട്ടോ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് മാക്സിമം ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് 1/4000, മിനിമം എന്ന് പറയുന്നത് 900 സെക്കൻഡ്സ് ആണ് നിക്കോണിൻ്റെ Z50 Mark II നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾമോസ്റ്റ് നമ്മളെല്ലാം പറഞ്ഞെന്ന് തോന്നുന്നു. അത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ 3.2 ഇഞ്ചിൻ്റെ ഒരു LCD ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അത് 1.04 മില്യൺ ഡോട്ട്സ് തന്നെ. പിന്നെ വ്യൂ ഫൈൻഡർ ആസ് യൂഷ്വൽ 2.36 മില്യൺ ഡോട്ട്സിൻ്റെ ഒരു ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറാണ് വന്നിട്ടുള്ളത്. ആൻഡ് പ്രൈസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രൈസ് കുറച്ച് കൂടുതലാണ്. 92,000 സംതിങ് ആണ്. 92,000 അടുത്താണ് ഈ ഒരു ക്യാമറയുടെ പ്രൈസ് വന്നിട്ടുള്ളത്. 16-50 mm കിറ്റ് ലെൻസും കൂടിയിട്ടുള്ള ഈ ഒരു ക്യാമറയുടെ വില എന്ന് പറയുന്നത് 92,000 ആണ്. സോ ഇത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു ക്യാമറയാണ്. ആൻഡ് പെർഫോമൻസ് വൈസ് നല്ല മുന്നിൽ നിൽക്കുന്നൊരു ക്യാമറ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് Z50 നമ്മൾ പറഞ്ഞു ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ക്യാമറയാണ്, പക്ഷേ എപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ Z50 Mark II മെയിനായിട്ടുള്ള ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഡിഫറൻസ് എന്ന് പറയുന്നത് കുറച്ച് വീഡിയോഗ്രാഫി ഫീച്ചേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെഹിക്കിൾ ഡിറ്റക്ഷൻ പോലെയുള്ള കുറച്ചുകൂടെ ലോങ് ടൈം അല്ലെങ്കിൽ എനിക്ക് ഒന്ന് അൺലിമിറ്റഡ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെ നമുക്ക് Z50 Mark II ഉണ്ട്. അത്തരത്തിൽ വീഡിയോഗ്രാഫി സംബന്ധിച്ച് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് Z50 Mark II കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് Z50 Mark II തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്രയാണ് Z50 Mark II കുറിച്ച് പറയാനുള്ളത്. സോ 1 lakh അണ്ടർ 1 lakh നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നിക്കോണിൻ്റെ ഒരു കൊള്ളാവുന്ന ഒരു ക്യാമറ തന്നെയാണ് Z50 Mark II എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ള ക്യാമറ എന്ന് പറയുന്നത് ഒരു ഫിജി ഫിലിമിൻ്റെ ക്യാമറയാണ്. നമ്മളിപ്പോൾ സോണിയുടെ ക്യാമറ പറഞ്ഞു, നിക്കോൺ പറഞ്ഞു, കാനോൺ പറഞ്ഞു. ഇനി നമുക്കൊരു ഫിജി ഫിലിമിൻ്റെ ക്യാമറ നോക്കാം. ദാറ്റ് ഈസ് XT30 Mark II ആണ് നമ്മുടെ ലിസ്റ്റിൽ നെക്സ്റ്റ് വന്നിട്ടുള്ള ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ
ഈ ഒരു ക്യാമറ ഒരു കൊള്ളാവുന്ന ക്യാമറ തന്നെയാണ്. 2022 മാർച്ചിൽ റിലീസ് ചെയ്തിട്ടുള്ള ക്യാമറയാണ് X-T30 Mark II. ആൻഡ് X-T30 ഒരു അപ്ഡേറ്റഡ് വേർഷൻ X-T30 Mark II എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 26 മെഗാ പിക്സലിൻ്റെ ഒരു APS-C CMOS സെൻസറാണ് വന്നിട്ടുള്ളത്. ആൻഡ് പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ X Processor 4 ആണ് ഈ ഒരു ക്യാമറയിൽ Fujifilm കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി ISO ഷട്ടർ സ്പീഡ് പോലുള്ള കേസ് നോക്കുകയാണെങ്കിൽ 30 സെക്കൻഡ്സ് തൊട്ട് 1/32,000 വരെയാണ് ഇതിൻ്റെ ഷട്ടർ സ്പീഡ് വന്നിട്ടുള്ളത്. നമുക്ക് അത്രയും കൂടിയ ഷട്ടർ സ്പീഡ് നമുക്ക് ഈ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക് ഷട്ടർ വെച്ചിട്ടാണ് നമുക്ക് അത്രയും കൂടിയ ഷട്ടർ സ്പീഡ് കിട്ടുന്നത്. ISOയുടെ കേസ് നോക്കുകയാണെങ്കിൽ 80 തൊട്ട് 51,200 വരെയാണ് അതിൻ്റെ ഒരു ISO റേഞ്ച് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ISO റേഞ്ച് തന്നെയാണ് ക്യാമറയിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഡിസ്പ്ലേയുടെ കേസ് നോക്കുകയാണെങ്കിൽ 3 ഇഞ്ചിൻ്റെ 1.04 ബില്യൺ ഡോട്ട്സുള്ള ഡിസ്പ്ലേ ആണ്. 2.36 മില്യൺ ഡോട്ട്സുള്ള വ്യൂ ഫൈൻഡർ ആണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. ഓൾമോസ്റ്റ് ബാക്കി ക്യാമറകളായിട്ട് സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ്. ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ 425 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് ആണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. ബാറ്ററി ലൈഫ് നോക്കുകയാണെങ്കിൽ 410 ഷോട്ട്സ് പെർ ചാർജാണ് Fujifilm അവകാശപ്പെടുന്നത്. ഓൾസോ വീഡിയോഗ്രാഫി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 4K 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫുൾ HD 120 FPS നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസൻറ്റ് കേപ്പബിലിറ്റീസ് ഉള്ളൊരു ക്യാമറയാണ് Fujifilmൻ്റെ X-T30 Mark II എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ഡ്രൈവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. 30 ഫ്രെയിംസ് ഒറ്റ സെക്കൻഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കൂടിയ FPS ഉള്ള അല്ലെങ്കിൽ ഫ്രെയിംസ് പെർ സെക്കൻഡ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന കണ്ടിന്യൂസ് ഡ്രൈവിലുള്ള ക്യാമറയാണ് X-T30 എന്ന് പറയുന്നത്. 6400 കേസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 12 FPS ഒക്കെയാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ക്യാമറാസിലൊക്കെ തന്നെ ഈ ഒരു റേഞ്ച് തന്നെ 12-15 റേഞ്ചൊക്കെയാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് 30 ഫ്രെയിംസ് നമുക്ക് ഒറ്റ സെക്കൻഡിൽ നമുക്ക് 30 ഫോട്ടോ ഒറ്റ സെക്കൻഡിൽ നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് എടുക്കാനായിട്ട് സാധിക്കും. 1545mm കിറ്റ് ലെൻസ് കൂടി വരുന്ന ക്യാമറയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 93,000 റുപ്പീസിനടുത്താണ്. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന 1 lakhൻ്റെ അണ്ടറിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മിറർലെസ് ക്യാമറ തന്നെയാണ് Fujifilmൻ്റെ X-T30 Mark II എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അവസാനമായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ള ക്യാമറ, നമ്മുടെ 5ാമത്തെ ക്യാമറ എന്ന് പറയുന്നത് EOS R50 എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറയാണ്. 2023 ജൂലൈ സമയത്ത് റിലീസ് ചെയ്തിട്ടുള്ള ക്യാമറയാണ് EOS R50 എന്ന് പറയുന്നത്. EOS R10-ഉമായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സുള്ള ക്യാമറയാണ് EOS R50 എന്ന് പറയുന്നത്. ലൈക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പോൾ സെൻസറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സെയിം സെൻസറാണ്. പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ DigiX പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ തന്നെ സെയിം ആണ്. ISO റേഞ്ച് സെയിം ആണ്. ഷട്ടർ സ്പീഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും അതെ, കാര്യമായൊരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാം സിമിലർ ആണ്. ഡിസ്പ്ലേയുടെ കേസും വ്യൂ ഫൈൻഡറൊക്കെ തന്നെ സെയിം ആണ്. ഡിഫറൻസ് വരുന്നത് R50 നമുക്ക് 4K 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഓൺ ദി അതർ ഹാൻഡ് R10 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, R10 നമുക്ക് 4K 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ആൻഡ് ഇവിടുത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 370 ഷോട്ട്സ് പെർ ചാർജാണ് ഏകദേശം ബാറ്ററി ലൈഫ് വരുന്നത്. ഓൺ ദി അതർ ഹാൻഡ് R10 നമുക്ക് കുറച്ചുകൂടെ ഒരു സ്ലൈറ്റ്ലി ബെറ്റർ ബാറ്ററി ലൈഫ് നമുക്ക് അവിടെ കിട്ടിയിരുന്നു. ഏകദേശം 400 ബാറ്ററി ലൈഫ് നമുക്ക് അവിടെ കിട്ടിയിരുന്നു. സോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഡിഫറൻസുകളാണ് ബേസിക്കലി ക്യാമറ ആയിട്ടുള്ളത്. പക്ഷേ പ്രൈസിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ബോഡി ഓൺലി പ്രൈസ് വരുന്നത് ഏകദേശം 72,000 സംതിങ് ആണ്. ബോഡി ഓൺലി പ്രൈസ് വരുന്നത് എവിടെ R10 നമുക്ക് വന്നിരുന്നത് 72,000 സംതിങ് ആണ് ബോഡി ഓൺലി. ഓൺ ദി അതർ ഹാൻഡ് ഇവിടെ R50യുടെ കേസ് നോക്കുകയാണെങ്കിൽ 18-45mm കിറ്റ് ലെൻസും കൂടിയുള്ള ക്യാമറയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 63,000-ൻ്റെ അടുത്താണ്. സോ ഒരു 10,000 ഡിഫറൻസ് അവിടെ മാത്രമുണ്ട്. ലൈക്ക് ബോഡി ഓൺലി അവിടെ 72,000 ആണ്, ഇവിടെ വിത്ത് കിറ്റ് ലെൻസ് 63,000 ആണ്. സോ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ അവിടെ കാര്യമായൊരു ഡിഫറൻസ് വരാൻ കാരണം എന്ന് പറയുന്നത് മെയിനായിട്ട് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ദാറ്റ് ഈസ് R10 എന്ന് പറയുന്നത് മഗ്നീഷ്യം അലോയ് ബോഡിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓൺ ദി അതർ ഹാൻഡ് R50 ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്. അത്രയ്ക്ക് ക്വാളിറ്റി ഒന്നും നമുക്ക് അതിന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. പിന്നെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 4K 60 FPS ഷൂട്ട് ചെയ്യാം, ഇവിടെ 4K 30 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ബാറ്ററി ലൈഫിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, ചെറിയ വ്യത്യാസം അവിടെ ഉണ്ട്. ഓൾസോ മെയിനായിട്ടുള്ളത് കൺവീനിയൻസ് ആണ്. ദാറ്റ് ഈസ് സൈസ്, ഡയമെൻഷൻസ് നല്ല വ്യത്യാസമുണ്ട്. വെയ്റ്റും സൈസും R10-ന് R50യേക്കാൾ വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ചെറുതാണ് R10 എന്ന് പറയുന്നത്. കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ക്യാമറയാണ് R10 എന്ന് പറയുന്നത്. സോ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് R10 എന്താണ് R50യേക്കാൾ വില കൂടാനുള്ള കാരണം എന്ന് പറയുന്നത്. പിന്നെ R10 ഇറങ്ങിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള ക്യാമറയാണ് R50 എന്ന് പറയുന്നത്. ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി ചെയ്ത് തുടങ്ങുകയാണ്, ഒന്നും ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബെറ്റർ R50 മേടിക്കുന്നതായിരിക്കും. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ലെൻസും നമുക്ക് അതിൻ്റെ കൂടെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് പിന്നെയും പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ചെയ്ത് നോക്കി എന്ത് ചെയ്യാം, കൂടുതൽ ലെൻസുകളൊക്കെ പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ R10ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കൺവീനിയൻസ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് R50 ആയിരിക്കും കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. R10 നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. സോ അത്രയാണ് ഈ ഒരു 5 ക്യാമറകളെക്കുറിച്ച് പറയാനുള്ളത്. നമ്മൾ സോണിയുടെ ആൽഫ 6400 പറഞ്ഞു, കാനോൻ്റെ EOS R10 പറഞ്ഞു, ദെൻ നിക്കോണിൻ്റെ Z50 Mark II, Fujifilm X-T30 Mark II, ആൻഡ് ഫൈനലി കാനൺ EOS
R50 എന്ന് പറഞ്ഞുള്ള ഈ 5 ക്യാമറാസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അല്ല വേറെ ഏതെങ്കിലും ക്യാമറയുടെ റിവ്യൂ ആണെങ്കിൽ നമുക്കത് ഏകദേശം നോക്കിയിട്ട് നമുക്ക് അനലൈസ് ചെയ്തിട്ട് നമുക്കത് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫോട്ടോഗ്രാഫിയുടെ ബേസിക് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു പ്ലേലിസ്റ്റ് ഉണ്ട് ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പുതിയ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഷട്ടർ സ്പീഡ് എന്താണ്, ISO എന്താണ്, ഈ എക്സ്പോഷർ ട്രയാങ്കിൾ പോലെയുള്ള ഫോട്ടോഗ്രാഫിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ തന്നെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, സോ അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇനിയും വീഡിയോസ് ഉണ്ടാവും. കണ്ടൻറ്റ് കുറച്ചൊന്ന് മാറ്റി കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള വെറൈറ്റി കണ്ടൻറ്റുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. ആൻഡ് അത്രയാണ് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.